കുറേയധികം പേര് വളരെ പേടിയോടുകൂടി വരുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ് കോർണർ ഓഫ് ലിപ്പിലുള്ള വിറ്റിലേക്കോ. നമ്മുടെ വായയുടെ 2 കോർണറിലും വെള്ള പാടായിട്ട് വരുന്നത്. അത് വെള്ളപ്പാട് തന്നെ ആവണമെന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെതോ അതല്ലെങ്കിൽ മറ്റു ഭക്ഷണത്തിൽ മസാലേൻ്റെ ഭാഗമായി അതുകൊണ്ട് റിയാക്ഷനായിട്ടായിട്ടും ഇതുപോലെ കോണ്ടാക്ട് ലുക്കോഡമ വരാറുണ്ട്. വെള്ളപ്പാണ്ടിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരക്കാരിൽ വേറെ സ്ഥലത്തൊന്നും വ്യാപിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ കോണ്ടാക്ട് ലുക്കോഡോമ പറഞ്ഞ രീതിയിൽ അവിടെ എന്തെങ്കിലും തട്ടുന്നതിൻ്റെ അലർജി എന്ന രീതിയിലാണ് കൂടുതലായിട്ട് ഞാൻ ഇതിനെ കാണാറ്. അപ്പം ഇങ്ങനെയുള്ളവരുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോമമില്ലാത്ത ഭാഗമായതുകൊണ്ട് തന്നെ ലിപ്സിൽ മരുന്നിനോട് ചിലപ്പം പ്രതികരിക്കണമെന്നുമില്ല. അപ്പം ഓൾറെഡി നമ്മൾ കുറേ മരുന്നെടുത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ അവർക്ക് അത് സ്റ്റേബിൾ ആണെങ്കിൽ, അത് കൂടുന്നില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ സർജിക്കൽ ഓപ്ഷനാണ് കൊടുക്കാറ്. അതിലൊരു പുതിയൊരു ട്രീറ്റ്മെൻറ്റാണ് മൈക്രോ പഞ്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇട്ടിട്ട് അതിലേക്ക് നിറത്തിൻ്റെ കോശങ്ങളുള്ള ചെറിയ സ്കിന്നിൻ്റെ ബിറ്റ്സ് അവിടെ വെക്കുകയാണ്. അപ്പോൾ ഇതൊരു ലേഡിയാണ്, വളരെ ബുദ്ധിമുട്ടി സോഷ്യൽ ഇൻഹിബിഷനൊക്കെ വന്ന ഒരാളാണ്. ചെയ്ത് 2-3 മാസം കൊണ്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഈ വർഷങ്ങളോളമുള്ള ആ വൈറ്റ് 2-3 വർഷം കൊണ്ട് ഈ രീതിയിലേക്ക് മാറ്റി. എന്നിട്ട് ആ ഒരു റെഫർ ചെയ്ത ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടതാണ്. അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇത് ആ ഡോക്ടർ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ നമുക്ക് വളരെ ഗ്രാറ്റിഫൈങ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്തരക്കാരിൽ ഈ മൈക്രോ പഞ്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്.